ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ? ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണ്. നമുക്കിനി ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് ഞാനിവിടെ 4 സവാള കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. നമുക്കത് മാറ്റി അതുപോലെ തന്നെ ഇനി നമ്മുടെ ഒനിയൻ അതേ ഓയിലിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒനിയനും ഏകദേശം ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആൻഡ് കറാച്ചി ലുക്ക് ആയാൽ നിങ്ങളുടെ ഒനിയൻ റെഡിയായി എന്നാണ്. എന്നിട്ട് നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് അതുപോലെ തന്നെ ചില്ലിയും കൂടെ ഇട്ട് നമുക്കത് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മസാല ഇടാം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യമായ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിലോ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. യോജിപ്പിച്ച ശേഷം നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടി നമുക്കിത് ഹാഫ് ആൻ അവർ മാറ്റി വെക്കാം. ഇനി നമ്മുടെ റൈസ് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസ് ലോങ് ഗ്രെയിനാണ്. ഇനി അത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ നമ്മുടെ സ്പൈസസ് ആയ ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, തക്കോലം, അതുപോലെ തന്നെ നമ്മുടെ വയനേല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. ഇതൊന്ന് അതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നിങ്ങൾ എത്രയാണോ റൈസ് എടുത്തിരിക്കുന്നത്, ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ്. 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. ആ 6 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ കറക്റ്റ് നമുക്ക് ആ റൈസ് നമുക്ക് വെന്ത് കിട്ടും. അത് കുറച്ച് വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ആ റൈസ് അധികം വേകേണ്ട കാര്യമില്ല. 3 ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 5.5 ഗ്ലാസ് വെള്ളം എടുത്താലും മതി. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് റൈസും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഏകദേശം തിളച്ച് വന്നു. നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 3/4% മാത്രം വെന്താൽ മതി. ഇനി നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ നമുക്ക് ഈ മസാല ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അല്ലാത്തവർക്ക് ഇതിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്തു നിങ്ങൾക്ക് ഒരുമിച്ച് ഇട്ട് വേവിക്കാം. ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായി കട്ടകൾ എല്ലാം ഉടഞ്ഞതിന് ശേഷം ഉടച്ചെടുത്ത തൈര് നമുക്ക് ചിക്കനകത്ത് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടെ അപ്പുറത്തെ വശം കൂടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഏകദേശം കണ്ടില്ല, നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ വാരി വിതറാം. അതും കൂടെ നന്നായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനതുപോലെ ഇവിടെ ഹൈദരാബാദി ബിരിയാണി മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു 50% മാത്രം കുക്ക് ചെയ്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ റൈസും കൂടെ റെഡിയായി കിട്ടും. ഒരു 50% നമുക്കിത് വേവിച്ചെടുക്കണം. ആവശ്യമായ ഉപ്പും കൂടെ യോജിപ്പിച്ച് നമുക്കിത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ എല്ലായിടും പിടിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ആ ഓയിലൊക്കെ ഒന്ന് മേളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഓയിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ഇടേണ്ട കാര്യമാണ്. അതിന് മുൻപായിട്ട് ഞാനിവിടെ സാഫ്രോണും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചൂട് പാലിനകത്ത് റെഡിയാക്കി ഇവിടെ വെച്ചു. അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ദമ്മിട്ടതിന് ശേഷം മേളിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ദമ്മിടാൻ വേണ്ടി ആദ്യം ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും വറുത്ത ഒനിയനും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ലെയർ ബൈ ലെയറായിട്ട് ദമ്മിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സാഫ്രോണിൻ്റെ മിൽക്കും കൂടെ നമുക്ക് അതിൻ്റെ മേളിൽ നിന്നും ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുമ്പോൾ നല്ല ഫ്ലേവറും കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഏകദേശം
ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിനി ഫോയിൽ വെച്ച് എല്ലായിടും ഒന്ന് അടച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് സ്ലോ ഫയറിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ദമ്മായിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? വാവ്, നല്ല മണമാണ്, നല്ല ടേസ്റ്റിയാണ്. കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളമൂറുന്ന ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയായ റെസിപ്പിയാണ്, ടേസ്റ്റിയാണ്. കണ്ടോ, ഹൈദരാബാദി ദം ബിരിയാണി. നമുക്കിനി അത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം നമ്മൾ കഴിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, ഒട്ടും സമയം കളയാതെ ഇനി ചൂടോടെ നമ്മുടെ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണണം. ഹായ്, വെരി ടേസ്റ്റി ബിരിയാണി. താങ്ക് യു ഫോർ വാച്ചിങ്.